ഇന്നത്തെ പ്രഭാതവന്ദനത്തിൽ നമ്മോട് സംസാരിക്കുന്നു ബ്രദർ റിജോയ് തുടിയൻ അങ്കമാലി. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാചകമാണിത്. ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ യേശുക്രിസ്തു കാണുന്ന ഒരു കൂട്ടരെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വിശപ്പും ദാഹവും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെയുള്ള അനുഭവങ്ങളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിലെ ജീവജാലങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അത്. വിശപ്പുണ്ടെങ്കിലേ ആഹാരം കഴിക്കുവാൻ താല്പര്യമുണ്ടാകുകയുള്ളൂ. ദാഹമുണ്ടെങ്കിലേ ദാഹം തീർക്കാൻ കഴിയുകയുള്ളൂ. വിശപ്പും ദാഹവും മനുഷ്യന് ഒരു അനുഗ്രഹമാണ്. ശരീരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണല്ലോ. ആഹാര രീതികളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഏത് മനുഷ്യൻ്റെയും ജീവിതം നിലനിന്നു പോകുവാൻ ആഹാരം കഴിച്ചേ മതിയാകും. ബൈബിളിൽ വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചും പല ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു പോകും. ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം തന്നെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഉപകാരപ്രദമായ നിലയിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. യേശുക്രിസ്തു പറഞ്ഞ വിശപ്പും ദാഹവും കേവലം നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയുള്ളതല്ല, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവം ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അവർ തിന്ന് തൃപ്തരായപ്പോൾ യേശുക്രിസ്തുവിനെ പിന്നെയും അന്വേഷിച്ചു പോയി. അവനെ കണ്ടപ്പോൾ വളരെ സ്നേഹപ്രകടനത്തോടുകൂടെ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. യേശുക്രിസ്തു അതിന് മറുപടി പറഞ്ഞത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം എന്തായിരിക്കും? ഈ ഭൂമിയിൽ നമുക്ക് നൽകുന്ന ഏത് ആഹാരവും നശിച്ചു പോകുന്നതാണ്. എന്നാൽ നശിച്ചു പോകാത്ത ആഹാരം നീതിയാണെന്നാണ് യേശുക്രിസ്തു പുരുഷാരത്തോട് ഉപദേശിച്ചത്. നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുക എന്നുള്ളത് വിശേഷാൽ ചിന്തിക്കേണ്ടതാണ്. നീതി എന്ന വാക്കിന് പല ആശയങ്ങൾ മനുഷ്യർ നൽകുന്നുണ്ട്. എനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് ചിലർ പരാതിപ്പെടാറുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ നീതിപീഠങ്ങളുണ്ട്. ആ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് അവരുടെ നീതിയുള്ള ജീവിതം. നീതിന്യായ കോടതികൾ അവരെ നിയന്ത്രിക്കുന്നു. അനീതിയുള്ള ഒരു ന്യായാധിപനെക്കുറിച്ച് യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു വിധവയായ സ്ത്രീ, അവൾക്ക് നീതി ലഭിക്കണം. ഈ ന്യായാധിപന്റെ അടുത്ത് അവളുടെ സങ്കടം ബോധിപ്പിച്ചു. ദൈവത്തിനെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപനായിരുന്നു അവൻ. അതുകൊണ്ട് ആ വിധവയെ അവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ ആ വിധവ നീതിക്ക് വേണ്ടി വളരെ വിശന്നു ദാഹിച്ചു. അനീതിയുള്ള ആ ന്യായാധിപൻ അവസാനം വിധവയെ രക്ഷിക്കുവാൻ തയ്യാറായി. ദൈവം നീതിയുള്ള ന്യായാധിപനാണ്. തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ അവർക്ക് നീതി നടത്തിക്കൊടുക്കുവാൻ ദൈവം സഹായിക്കുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അനീതി നിറഞ്ഞ ലോകത്തിൽ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുത്തുവാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു. നീതി എന്ന വാക്കിന് ദൈവത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള ജീവിതമെന്ന ഒരു ആശയമാണ് ബൈബിൾ നൽകുന്നത്. ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ചുള്ള ഒരു ജീവിതം മനുഷ്യനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ പാപവും പ്രവൃത്തിയുമെല്ലാം നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ അനീതിയുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവം അരുളി ചെയ്തത്. എന്നാൽ മനുഷ്യനായി ജീവിച്ച യേശുക്രിസ്തു അനീതിയില്ലാത്തവനായിരുന്നു. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ജീവിതത്തിൽ പ്രദർശിപ്പിച്ചു കാണിച്ച ചരിത്ര പുരുഷനായിരുന്നു കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവനീതി വിശ്വാസത്താൽ ഏതു മനുഷ്യനും ലഭിക്കാവുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ ദൈവത്തിൻ്റെ നീതിയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്. അനീതി ചെയ്ത മനുഷ്യന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും യേശുക്രിസ്തുവിന്റെ മേൽ നീതിമാനായ ന്യായാധിപതി ശിക്ഷ വിധിച്ചു. നീതിമാനായ ക്രിസ്തു പാപികളുടെ സ്ഥാനത്ത് ആ ശിക്ഷ ഏറ്റെടുത്തു. ദൈവം നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പാനാണ് അങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെയും നീതീകരിക്കപ്പെട്ടവനായി ദൈവം അംഗീകരിക്കുന്നു. ഒരു പാപിയെ നീതിമാനായി സ്വീകരിക്കുകയും അവൻ്റെ പേരിൽ നീതി കണക്കെടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നത്. നീതീകരിക്കുക എന്ന വാക്കിന് നീതീകരണം ചെയ്തു കൊടുക്കുക എന്ന ആശയമുണ്ട്. മുൻകാലങ്ങളിൽ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് വസ്തുവകകൾ ചില പ്രജകൾക്ക് സൗജന്യമായി നൽകുന്നതിനാണ് കരണം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്.
ദൈവം സൗജന്യമായിട്ടാണ് ഒരു പാപിയെ നീതിമാനായി സ്വീകരിക്കുന്നതും ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാൻ അവനെ സഹായിക്കുന്നതും. അങ്ങനെ നീതീകരിക്കപ്പെട്ട നീതിമാന്മാരാണ് ഏതൊരു കാലത്തും ജീവിച്ചിട്ടുള്ള ദൈവഭക്തന്മാർ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ചുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നതാണ്. നീതി പ്രവൃത്തികൾ കൊണ്ട് അവർ നീതിമാന്മാരായി തീരുന്നതല്ല, നീതിമാന്മാരായി തീർന്നതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ നീതിയുള്ളതായി തീരുന്നതാണ്. പ്രവൃത്തിയാലല്ല നീതീകരണം, സൗജന്യമാണ് നീതീകരണം. അങ്ങനെയുള്ള നീതിമാന്മാരുടെ കൂട്ടമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്മാർ. ബൈബിൾ വെളിപ്പെടുത്തുന്ന ഈ സത്യം വളരെ വിശാലമാണ്. വിശപ്പും ദാഹവും നീതിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ തൃപ്തി വരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതിയാലാണ്. തൃപ്തി എന്നുള്ളത് ആഗ്രഹിച്ച കാര്യം ലഭിക്കുമ്പോഴുള്ള ആത്മാവിലെ സന്തോഷമാണ്. ദൈവത്തിൻ്റെ നീതി ലഭിച്ചു കഴിയുമ്പോൾ ആത്മാവിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു. വിശപ്പും ദാഹവും അവിടെ അവസാനിക്കുന്നു. യേശുക്രിസ്തു ജീവജലത്തിൻ്റെ ഉറവിടമാണെന്നും ക്രിസ്തു നൽകുന്ന ജീവജലം കുടിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിട്ടാണ് ആ ജീവജലം ആയിരിക്കുന്നത്. വിശപ്പും ദാഹവും അവിടെ അവസാനിക്കും. മാത്രമല്ല, നിത്യരാജ്യത്തിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകില്ല എന്നാണ് ബൈബിൾ നൽകുന്ന സന്ദേശം. പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ നീതിക്കായിട്ടുള്ള വിശപ്പും ദാഹവും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ദൈവം സൗജന്യമായി നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾ സന്നദ്ധനാണോ? യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന നിത്യമായ ജീവനും സൗഭാഗ്യവും സ്വീകരിച്ച് തൃപ്തിപ്പെടുവാൻ നിങ്ങൾ സന്നദ്ധനാകുമോ? ഒരു നീതിയുള്ള ജീവിതം നയിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപികളായ ഞങ്ങളെ നീതീകരിക്കുവാൻ അവിടുന്ന് നീതിമാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീരുകയും കാൽവരി ക്രൂശിൽ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുകയും ചെയ്തല്ലോ. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ നീതീകരിക്കുകയും അങ്ങയുടെ നീതിക്കനുസരിച്ചുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.